ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീൻ ജാക്കസ് റൂസോ. ഇൻട്രൊഡക്ഷൻ. ജീൻ ജാക്കസ് റൂസോ വാസ് എ സോഷ്യൽ കോൺട്രാക്ട് തിയറിസ്റ്റ് ആൻഡ് എ കീ തിങ്കർ ഓഫ് ദി എൻലൈറ്റ്മെൻറ്റ് പീരീഡ്. ഇദ്ദേഹം ഒരു സോഷ്യൽ കോൺട്രാക്ട് തിയറിസ്റ്റാണ്. അതുപോലെ തന്നെ എൻലൈറ്റ്മെൻറ്റ് പീരീഡിലെ ഒരു കീ തിങ്കറും ആയിരുന്നു. ഹിസ് പൊളിറ്റിക്കൽ ഐഡിയാസ് ഏതൊക്കെയാണ്? ഫ്രീഡം, ഇക്വാലിറ്റി, പോപ്പുലർ സോവർണിറ്റി ആൻഡ് ഡെമോക്രസി. ഈ ഐഡിയാസ് നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് വർക്ക്സ് ഏതൊക്കെയാണ്? ദ സോഷ്യൽ കോൺട്രാക്ട് 1762, then discourse on the origin of inequality 1755, then Emily 1762 എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, ദെൻ കൺഫെഷൻസ്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ കോൺട്രാക്ച്വലിസ്റ്റുകളിൽ മൂന്നാമത്തെ ആളെയാണ് നമ്മൾ റൂസോയെ പഠിക്കുന്നത്. അടുത്തത് എന്താണ്? സ്റ്റേറ്റ് ഓഫ് നേച്ചർ. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എങ്ങനെയായിരുന്നു? ഹോബ്സിൽ നിന്നും ലോക്കിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിരുന്നു. ഹ്യൂമൻസ് വെയർ ഫ്രീ, ഈക്വൽ ആൻഡ് പീസ്ഫുൾ. വളരെ സ്വതന്ത്രരും സമാധാനപരമായി ജീവിക്കുന്നവരുമായിരുന്നു എവിടെ? സ്റ്റേറ്റ് ഓഫ് നേച്ചറിലെ ഹ്യൂമൻ ബീങ്സ്. ഇറ്റ് ഗൈഡഡ് ബൈ സെൽഫ് പ്രിസർവേഷൻ ആൻഡ് കമ്പാഷൻ. നെക്സ്റ്റ്, നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി, നോ ഇന്നിക്വാലിറ്റി. അന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഇന്നിക്വാലിറ്റിയും ഇല്ലായിരുന്നു. മാൻ ഈസ് ബോൺ ഫ്രീ ആൻഡ് എവരിവെയർ ഹീ ഈസ് ഇൻ ചെയിൻ. മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ സ്വതന്ത്രനാണ്, പക്ഷേ എല്ലായിടത്തും അവനെ ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കോട്ട്സ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഒറിജിൻ ഓഫ് ഇന്നിക്വാലിറ്റി. എപ്പോഴാണ് ഇന്നിക്വാലിറ്റിയുടെ ഉത്ഭവം? എമർജൻസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. എപ്പോഴാണോ നമ്മൾ പേഴ്സണൽ സ്വത്ത് സമ്പാദിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് ഇന്നിക്വാലിറ്റി ഉടലെടുത്തത്. ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് മെറ്റലർജി, ദെൻ ഡിവിഷൻ ഓഫ് ലേബർ. അടുത്തത് ഫോർമേഷൻ ഓഫ് റിച്ച് ആൻഡ് പുവർ ക്ലാസസ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ എമർജൻസ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റ്, ദെൻ ലേബറിനെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങിയത് ഡിവിഷൻ ഓഫ് ലേബർ. അടുത്ത റിച്ച് ആൻഡ് പുവർ ക്ലാസസ് ഫോം ചെയ്യാൻ തുടങ്ങിയത്. ഈ 4 കാര്യങ്ങളിലൂടെയാണ് ഇന്നിക്വാലിറ്റി ഉടലെടുക്കാൻ തുടങ്ങിയത്. അടുത്തത് നോക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. സോഷ്യൽ കോൺട്രാക്ട് തിയറി. റൂസോ പ്രപ്പോസ്ഡ് a new kind of social contract. Nature of the contract. Individual surrender rights to the whole community. ഇവിടെ വ്യക്തികൾ കമ്മ്യൂണിറ്റിയിലേക്കാണ് അവരുടെ റൈറ്റ്സ് സറണ്ടർ ചെയ്യുന്നത്. ക്രിയേറ്റ്സ് എ മോറൽ ആൻഡ് കളക്റ്റീവ് ബോഡി കോൾഡ് ദ ജനറൽ വിൽ. സോവറിറ്റി റിമെയിൻസ് വിത്ത് ദി പീപ്പിൾ. എപ്പോഴാ പരമാധികാരി ആരോടൊപ്പം ഉണ്ടായിരിക്കും? ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും, ജനങ്ങളോടൊപ്പം ഉള്ളവരായിരിക്കും. ടു പ്രൊട്ടക്ട് ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി, ടു ക്രിയേറ്റ് എ ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ അതോറിറ്റി. നോക്കിക്കേ, ഫ്രീഡവും ഇക്വാലിറ്റിയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഒരു ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ അതോറിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്? അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കോൺട്രാക്ട് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ശരിക്കും ജനങ്ങളുടെ മൊത്തം താല്പര്യം സംരക്ഷിക്കുന്ന ഒരു നേതാവ് ഉണ്ടാവുമല്ലോ, ഒരു ലീഡർ, ഒരു ഭരണാധികാരി, ഒരു ഗവൺമെൻറ്. അങ്ങനെ ഒരു സിസ്റ്റമാണ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? റൂസോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ജനറൽ വിൽ. ദ കോർ കൺസെപ്റ്റ് ഓഫ് റൂസോസ് പൊളിറ്റിക്കൽ ഫിലോസഫി. ജനറൽ വിൽ എന്താണെന്ന് നോക്കൂ. ഇറ്റ് മീൻസ് ദ കോമൺ ഇൻട്രസ്റ്റ് ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ മൊത്തം താല്പര്യം എന്താണ് എന്നാണ് ഇവിടെ ജനറൽ വിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോട്ട് ദ സം ഓഫ് ഇൻഡിവിജ്വൽസ് വിൽ. ഓരോ വ്യക്തികളുടെയും ആഗ്രഹങ്ങളുടെ ഒരു സം ആയിട്ടല്ല, കോമൺ ഗുഡ് എന്താണ് അതാണ് അദ്ദേഹം ലക്ഷ്യമാക്കുന്നത്. ഓൾവേസ് എയിംസ് അറ്റ് കോമൺ ഗുഡ്, ദെൻ ഇൻഡിവിസിബിൾ ആൻഡ് ഇൻഏലിയനബിൾ. ചോദിക്കാറുണ്ട് ദ ജനറൽ വിൽ
ഓൾവേസ് താഴെ കൊടുത്തിരിക്കും, അതിനുള്ളിൽ എഴുതേണ്ട ഉത്തരം ഇൻഡിവിസിബിൾ ആൻഡ് ഇൻഏലിയനബിൾ. നെക്സ്റ്റ്, ബേസിസ് ഓഫ് ലോ ആൻഡ് സോവർണിറ്റി. സോവർണിറ്റിയുടെയും ലോയുടെയും ബേസിലാണ് ജനറൽ വില്ല് അംഗീകരിക്കുന്നത്. അതായത് കോമൺ ഗുഡ് എന്ന് മാത്രം എഴുതിയാലും അത് ശരിയാണ്. നെക്സ്റ്റ്, പോപ്പുലർ സോവർണിറ്റി. സോവർണിറ്റി ലൈസ് വിത്ത് ദി പീപ്പിൾ, നോട്ട് റൂളർ ഓർ പാർലമെൻറ്റ്. അതായത് പരമാധികാരം എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ കയ്യിലാണ്, അതൊരിക്കലും ഭരണാധികാരിയുടെ കയ്യിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ കയ്യിലോ അല്ല. കനോട്ട് ബി ട്രാൻസ്ഫേർഡ് ഓർ റെപ്രസെൻറ്റഡ്. അത് നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല, അതിന് പ്രതിനിധീകരിപ്പിക്കാനും പറ്റില്ല. ദെൻ പീപ്പിൾ ആർ ബോത്ത് ലോ മേക്കേഴ്സ് ആൻഡ് ലോ ഒബേഴ്സ്. അതേ ജനങ്ങൾ തന്നെയാണ് നിയമം നിർമ്മിക്കുന്നതും ആ ജനങ്ങൾ തന്നെയാണ് നിയമങ്ങൾ അനുസരിക്കുന്നതും. റൂസോ ഒപ്പോസ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. അപ്പോൾ ഒരു പ്രാതിനിധ്യ ജനാധിപത്യത്തെ എതിർക്കുകയാണ് റൂസോ ചെയ്തത്. ഇവിടെ വേറെ ഒന്നുമില്ല, പരമാധികാരം ആരുടെ കയ്യിലാണ്? ജനങ്ങളുടെ കയ്യിലാണ്. ഒരിക്കലും ഈ പരമാധികാരം നമുക്ക് കൈമാറ്റം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു പ്രതിനിധിക്ക് നൽകാനോ പറ്റില്ല എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നിയമം നിർമ്മിക്കുന്നതും അതേ നിയമം അനുസരിക്കുന്നതും ഇതേ ജനങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഏത് ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഏത് ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്? അദ്ദേഹം റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. നെക്സ്റ്റ്, ഡെമോക്രസി. ടൈപ്പ് സപ്പോർട്ട് ചെയ്യുന്ന ഡയറക്റ്റ് ഡെമോക്രസി. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന ആരെയാണ്? ഡയറക്റ്റ് ഡെമോക്രസിയെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇറ്റ് എൻഷുവേഴ്സ് റിയൽ പാർട്ടിസിപ്പേഷൻ. അതായത് യഥാർത്ഥ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ഡയറക്റ്റ് ഡെമോക്രസിയിലാണ്. ദെൻ ഇറ്റ് പ്രിസർവ് ഫ്രീഡം. സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോസ് റിഫ്ലക്ട് ജനറൽ വിൽ. അതായത് പൊതു താൽപ്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കാനായിട്ട് എന്തിന് സാധിക്കും? നിയമത്തിന് സാധിക്കും. ഇപ്പോൾ ലോ റിഫ്ലക്ട് ജനറൽ വിൽ. ദെൻ സ്യൂട്ടബിൾ മെയിൻലി ഫോർ സ്മോൾ സ്റ്റേറ്റ്. ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾക്കാണ് ഡയറക്റ്റ് ഡെമോക്രസി പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? അദ്ദേഹം എതിർക്കുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയെയും അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ഡെമോക്രസിയെയുമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് റിയൽ പാർട്ടിസിപ്പേഷൻ, യഥാർത്ഥ പങ്കാളിത്തം വരുന്നത് ഡെമോക്രസിയിലാണ്. രണ്ടാമത്തത് ഫ്രീഡം, സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്നതും ഇതേ ഡെമോക്രസിയിലാണ്. അതുമാത്രമല്ല പൊതു താൽപ്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും എവിടെ? ഈ ഡെമോക്രസിയിലെ നിയമങ്ങൾ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ രാജ്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഡയറക്റ്റ് ഡെമോക്രസി സ്യൂട്ട് ആവുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, ലോ ആൻഡ് ലിബർട്ടി. ലോ, എക്സ്പ്രഷൻ ഓഫ് ജനറൽ വിൽ. എന്താണ് ലോ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ലോ എന്ന് പറയുന്നത് പൊതു ഇച്ഛയാണ്. അതായത് പൊതു താല്പര്യങ്ങളുടെ ഒരു പ്രകടനമായിട്ടാണ് പ്രകടിപ്പിക്കുന്നതെന്നാണ്. അതാണ് അദ്ദേഹം എന്ത് പറയുന്നത്? ലോ എന്ന അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ഒബീഡിയൻസ് ടു ലോ എന്ന് പറയുന്നത് എന്താണ്? ഒബീഡിയൻസ് ടു വൺസെൽഫ്. അതായത് നിങ്ങൾ നിയമത്തെ അനുസരിക്കുകയാണെങ്കിൽ അത് സ്വന്തം ഇച്ഛയെ അനുസരിക്കുന്നതിന് തുല്യമാണ്. കാരണം ഓരോരുത്തരുടെയും പൊതു ഇച്ഛ, അതായത് പൊതു ഇച്ഛയാണല്ലോ നിയമമായിട്ട് മാറിയത്. അപ്പോൾ നമ്മൾ ആ നിയമത്തെ അനുസരിക്കുകയാണെങ്കിൽ സ്വന്തം ഇച്ഛയെ അനുസരിച്ചതിന് തുല്യമാണ്. ദെൻ ട്രൂ ഫ്രീഡം ഈസ് മോറൽ ഫ്രീഡം, നോട്ട് ലൈസൻസ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ധാർമ്മിക സ്വാതന്ത്ര്യമാണ്. അതായത് ധാർമ്മിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല? ലൈസൻസ് അല്ല. ഫോഴ്സ്ഡ് ടു ഫ്രീ. എന്താണ് ഫോഴ്സ്ഡ് ടു ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രരാകാൻ നിർബന്ധിതരാകുകയാണ്. എങ്ങനെ? ഒബേയിങ് ജനറൽ വിൽ എൻഷുർഡ് ഫ്രീഡം. അതായത് പൊതു ഇച്ഛയെ അനുസരിക്കുന്നത് സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നു. അതായത് സ്വതന്ത്രരാകാൻ നിർബന്ധരാകുന്നു എന്നാണ്. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ. എമിലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വർക്കിലാണ് ഈ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ഷുഡ് ബി നാച്ചുറൽ ആൻഡ് ചൈൽഡ് സെൻറ്റേഡ്.
എങ്ങനെയുള്ളതായിരിക്കണം? ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, എന്താണ് എഡ്യൂക്കേഷൻ എയിം എന്ന് പറയുന്നത്? ക്രിയേറ്റ് ഫ്രീ ആൻഡ് മോറൽ സിറ്റിസൺ. ഫ്രീ ആൻഡ് മോറൽ സിറ്റിസൺ, ഒരു ധാർമ്മിക പൗരനെ വാർത്തെടുക്കുക എന്നാണ് അതിൻ്റെ ലക്ഷ്യം. ദെൻ ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് നോട്ട് ബുക്സ്. അദ്ദേഹം പുസ്തകത്തിലൂടെയുള്ള പഠനത്തിനല്ല പ്രാധാന്യം നൽകുന്നത്, എക്സ്പീരിയൻസിലൂടെയുള്ള ലേണിങ്ങിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. 3 പോയിൻറ്റ്സേ ഉള്ളൂ. ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കണം, നാച്ചുറൽ ആൻഡ് ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കണം എഡ്യൂക്കേഷൻ. അടുത്തത്, ഒരു ഫ്രീ ആൻഡ് മോറൽ സിറ്റിസണിനെ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് അതിൻ്റെ ലക്ഷ്യം. ദ ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് നോട്ട് ബുക്സ്. ബുക്സിലൂടെയുള്ള പഠനത്തെക്കാളും അദ്ദേഹം എക്സ്പീരിയൻസിലൂടെയുള്ള പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. ഇനി ഹോബ്സിൻ്റെ, ലോക്കിൻ്റെയും റൂസോയുടെയും ആസ്പെക്റ്റുകളുടെ ഒരു കമ്പാരിസണാണ് നമ്മളിവിടെ നടക്കുന്നത്. ഹ്യൂമൻ നേച്ചർ. ഹോബ്സിൻ്റെ ഹ്യൂമൻ നേച്ചർ എങ്ങനെയായിരുന്നു? സെൽഫിഷ് ആൻഡ് വയലൻ്റ് ആയിരുന്നു. പക്ഷേ ലോക്കിൻ്റെ റേഷണൽ ആയിരുന്നു. റൂസോയുടെ നാച്ചുറലി ഗുഡ് ആയിരുന്നു. ദെൻ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ വരുമ്പോൾ ഹോബ്സിൻ്റെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് വാർ, ലോക്കിൻ്റെയോ പീസ്ഫുൾ, ദെൻ റൂസോയുടെയും പീസ്ഫുൾ. സോഷ്യൽ കോൺട്രാക്റ്റ്. ഹോബ്സ് അബ്സല്യൂട്ട് സ്റ്റേറ്റ്, ലോക്ക് ലിമിറ്റഡ് ഗവൺമെൻറ്, റൂസോ പോപ്പുലർ സോവർണിറ്റി. ഇനി സോവർണിറ്റി, ഹോബ്സിൻ്റെ മൊണാർക്ക്, ലോക്കിൻ്റെ പീപ്പിൾ, റൂസോയുടെയും പീപ്പിൾ. അപ്പോൾ നമ്മൾ കമ്പയർ തന്നെ പഠിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് HST പൊളിറ്റിക്കൽ സയൻസിൻ്റെ എക്സാം നമുക്കറിയാം 1 വേർഡ് ക്വസ്റ്റ്യനൊക്കെ കുറവാണ്. കമ്പയർ തന്നെ ചെയ്ത് പഠിക്കണം, എന്നാലേ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. നല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളായിരുന്നു. കഴിഞ്ഞ വർഷം 70 ടോപ്പ് സ്കോർ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. കട്ട് ഓഫ് 36 കഴിഞ്ഞ വർഷം. ഈ തവണ അതിലും കൂടും. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് ഇരുന്ന് പഠിക്കുക, അത് മാത്രമേ ഇതിന് മാർഗമുള്ളൂ. നെക്സ്റ്റ്, ക്രിറ്റിസിസം ഓഫ് റൂസോ. ജനറൽ വിൽ മേ ജസ്റ്റിഫൈ ടോട്ടാലിറ്റേറിയനിസം. എന്താണ് അതിൻ്റെ അർത്ഥം? പൊതുവായിട്ടുള്ള ഇച്ഛാശക്തി പലപ്പോഴും സ്വേച്ഛാധിപത്യത്തെ ന്യായീകരിക്കാം. രണ്ടാമത്തത്, നോ പ്രാക്ടിക്കൽ മെത്തേഡ് ടു ഐഡൻറ്റിഫൈ ജനറൽ വിൽ. അതായത് ഇതിനെ തിരിച്ചറിയാനായിട്ട് പ്രായോഗിക മാർഗങ്ങളൊന്നും ഇല്ല. മൂന്നാമത്തത്, റിജക്ഷൻ ഓഫ് റെപ്രസെൻറ്റേഷൻ ഈസ് അൺറിയലിസ്റ്റിക്. പ്രാതിനിധ്യത്തെ അപ്പാടെ അങ്ങോട്ട് നിരാകരിക്കുന്നത്, ഉപേക്ഷിക്കുന്നത് അപ്രായോഗികമാണ്. ലാസ്റ്റ് സെൻറ്റൻസ്, ഡയറക്റ്റ് ഡെമോക്രസി നോട്ട് ഫീസിബിൾ ഇൻ മോഡേൺ സ്റ്റേറ്റ്. ആധുനിക രാജ്യങ്ങളിൽ നേരിട്ടുള്ള ജനാധിപത്യം സാധ്യമല്ല. നെക്സ്റ്റ്, കോൺട്രിബ്യൂഷൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ്. ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ഡെമോക്രസി. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്? ആധുനിക ജനാധിപത്യത്തിനൊരു അടിത്തറ നൽകി. ദെൻ ഇൻസ്പയർഡ് ഫ്രഞ്ച് റെവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായി. ദെൻ ഡെവലപ്പ് ഐഡിയ ഓഫ് പോപ്പുലർ സോവറിറ്റി, ജനകീയ പരമാധികാരം എന്ന് പറയുന്ന ആശയം ഡെവലപ്പ് ചെയ്തു. ദെൻ ഇൻഫ്ലുവൻസ്ഡ് മോഡേൺ പൊളിറ്റിക്കൽ തോട്ട്. നെക്സ്റ്റ്, ജനറൽ വിൽ. ഇറ്റ് ഫോക്കസസ് ഓൺ ദി കോമൺ ഇൻട്രസ്റ്റ്. മോറൽ ആൻഡ് കളക്റ്റീവ് മേ ഗോ അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ പ്രിഫറൻസ്. പൊതു താൽപ്പര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഈ ജനറൽ വില്ല് ചെയ്യുന്നത്. രണ്ടാമത്തെ, ഇറ്റ് ഈസ് മോറൽ ആൻഡ് കളക്റ്റീവ്. ഇത് ധാർമ്മികവും കൂട്ടായതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ മേ ഗോ എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ പ്രിഫറൻസ്. അതായത് വ്യക്തിഗത മുൻഗണനകൾക്ക് വിരുദ്ധമായിട്ടാണ് ജനറൽ വിൽ, അതായത് ഒരു കോമൺ ഗുഡിനാണ് പ്രാധാന്യം നൽകുന്നത്. നെക്സ്റ്റ്, വിൽ ഓഫ് ഓൾ. ഇപ്പോൾ ജനറൽ വിൽ എന്ന് പറയുന്നത് കോമൺ ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു. വിൽ ഓഫ് ഓൾ എങ്ങനെയാണ്? സം ഓഫ് പ്രൈവറ്റ് ഇൻട്രസ്റ്റ്, സ്വകാര്യ താൽപ്പര്യങ്ങളുടെ ആകെ തുകയാണ്. അടുത്തതോ, ബേസ്ഡ് ഓൺ പേഴ്സണൽ ഗെയിൻ, വ്യക്തിപരമായ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ വിൽ ഓഫ് ഓൾ പറയുന്നത്. ക്യാൻ ഹാം ദ കോമൺ ഗുഡ്,
പൊതു നന്മയ്ക്ക് ഹാനികരമായേക്കാം എന്ത് ഈ വിൽ ഓഫ് ഓൾ എന്ന് പറയുന്നത് അല്ലേ. വിൽ ഓഫ് ഓൾ ജനറൽ വില്ലിന് ഹാനികരമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജനറൽ വിൽ എന്താണ്? കോമൺ ഗുഡ്. വിൽ ഓഫ് ഓൾ എന്താണ്? പേഴ്സണൽ ഗെയിനാണ്. നെക്സ്റ്റ് നോക്കുക, ആക്ച്വൽ വിൽ. ദ ആക്ച്വൽ വിൽ ഈസ് വാട്ട് എ പേഴ്സൺ വാണ്ട്സ് അറ്റ് എ ഗിവൺ മൊമെൻറ്റ്. അതായത് ഒരു വ്യക്തി ഒരു നിമിഷത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യമാണ് എന്ത് ആക്ച്വൽ വില്ലെന്ന് പറഞ്ഞാൽ. നോക്കൂ, എന്തൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്? ബേസ്ഡ് ഓൺ പേഴ്സണൽ ഇൻട്രസ്റ്റ്. എന്തൊക്കെയാണ്? വ്യക്തിപരമായ താല്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തത്, ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇമോഷൻസ്, ഹാബിറ്റ്സ് ആൻഡ് ഷോർട്ട് ടേം ഗെയിൻസ്. അതായത് വികാരങ്ങൾ, ശീലങ്ങൾ, ഹ്രസ്വകാല നേട്ടങ്ങൾ എന്നിവയെ സ്വാധീനപ്പെടുത്തുന്നുണ്ട്. മൂന്നാമത്തെ പോയിൻ്റ്, ക്യാൻ ബി സെൽഫിഷ് ഓർ മിസ്റ്റേക്കൺ. അല്ലേ, സ്വാർത്ഥമോ അല്ലെങ്കിൽ അത് തെറ്റോ ആകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ സ്വാർത്ഥതയാകാം, ചിലപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വരുന്ന തെറ്റാകാം. പക്ഷേ സഡൻലി പെട്ടെന്ന് ആ മൊമെൻറ്റിൽ നമ്മൾ എന്താണോ ചിന്തിച്ചു കൂട്ടുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, അതാണ് ആക്ച്വൽ വില്ല് വരുന്നത്. ചേഞ്ച് വിത്ത് സർക്കംസ്റ്റാൻസസ്. അത് പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാം. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, എ സിറ്റിസൺ വാണ്ട്സ് ലോവർ ടാക്സസ് ബിക്കോസ് ഇറ്റ് ബെനിഫിറ്റ്സ് ദം പേഴ്സണലി ഈവൻ ഇഫ് ഇറ്റ് ഹാംസ് പബ്ലിക് സർവീസസ്. അതായത് ഒരു പൗരൻ നികുതി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ നികുതി കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതുകൊണ്ട് വ്യക്തിപരമായി ഗുണം ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പക്ഷേ ആ ടാക്സ് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളോ അത് ഭാവിയിൽ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊന്നും അദ്ദേഹം പെട്ടെന്ന് ആലോചിക്കുന്നില്ല. അദ്ദേഹം ഇമ്മീഡിയറ്റായിട്ട് ചിന്തിക്കുന്നത് ടാക്സ് ഒന്ന് കുറച്ചെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് പണം വന്നേനെ എന്ന് മാത്രമാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ആക്ച്വൽ വില്ലെന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിയൽ വിൽ. ദ റിയൽ വിൽ ഈസ് വാട്ട് എ പേഴ്സൺ ought to want when thinking rationally about the common good. അതായത് ഒരു വ്യക്തി പൊതു നന്മയെക്കുറിച്ച് യുക്തിപരമായി ചിന്തിക്കുകയും ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിലൂടെ എന്താ കാര്യമാണ് ഈ പൊതു നന്മയിലേക്ക് നയിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? റിയൽ വില്ലെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റീസൺ ആൻഡ് മൊറാലിറ്റി. അതായത് യുക്തിപരവും ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിലാണ് ഈ റിയൽ വില്ല് മുന്നോട്ട് പോകുന്നത്. ഇറ്റ് എയിംസ് അറ്റ് എ ലോങ് ടേം ആൻഡ് കളക്റ്റീവ് വെൽഫെയർ. അതായത് കുറേ ഒരു ദീർഘകാലത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടായ ശ്രമമുണ്ട്. ഇതിൻ്റെയൊക്കെ കൂട്ടായ ഒരു ശ്രമം എന്ന് പറയുന്നത് കൂട്ടായ ഒരു വെൽഫെയറാണ്. ഓക്കെ, അടുത്തത് അലൈൻസ് വിത്ത് ദി ജനറൽ വിൽ. അതായത് ഇതൊരു പൊതു ഇച്ഛയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നൊരു ഘട്ടം വരികയാണ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ട്രൂ ഫ്രീഡം. ഇപ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തെ ഇദ്ദേഹം മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്നത്. എക്സാമ്പിൾ നോക്കൂ, ഈ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിൽ ടീച്ചർ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ദ സെയിം സിറ്റിസൺ സപ്പോർട്ട്സ് പേയിങ് ടാക്സസ് ബിക്കോസ് ഇറ്റ് സസ്റ്റെയിൻസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് സെക്യൂരിറ്റി ഫോർ ഓൾ. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ പൗരൻ ആദ്യം തന്നെ ചിന്തിച്ച എന്താണ്? നികുതി അടയ്ക്കണം, നികുതി കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് വന്നേനെ അല്ലേ. അതിന് നമ്മൾ എന്ത് പറയുന്നു? ആക്ച്വൽ വില്ലെന്ന് പറയുന്നു. പക്ഷേ ഇതേ നികുതി കൊണ്ടാണ് ഒരു രാജ്യത്തെ വിദ്യാഭ്യാസം, ഹെൽത്ത്, ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഹെൽപ്പാവുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നൊരു ടൈമുണ്ടോ? അതിനെയാണ് റിയൽ വില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഹോബ്സ്, ലോക്ക്, റൂസോ ഇവരുടെ 3 പേരുടെയും ടോപ്സ് കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് കേൾക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്